ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പരിധിയിൽ ആളൂർ ഒഴികെയുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലും LDF തുടർഭരണം നേടിയപ്പോഴും വാർഡ് പുനർനിർണയത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞത് തിരിച്ചടിയായി. 45 വർഷമായി ഭരണത്തിലിരിക്കുന്ന പടിയൂരും കാറളവും 25 വർഷമായി ഭരണത്തിലുള്ള കാട്ടൂരും തുടർച്ചയായി രണ്ടാം തവണയും പൂമംഗലവും മുരിയാടും LDF നേടി. എല്ലാ പഞ്ചായത്തുകളിലും വോട്ട് നിലയിൽ LDF ആണ് മുന്നിൽ. ഇതിൽ മുരിയാട്, വേളൂക്കര, പൂമംഗലം, കാട്ടൂർ എന്നീ 4 പഞ്ചായത്തുകളിലും വോട്ട് നിലയിൽ UDF രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ പടിയൂരും കാറളത്തും NDA ആണ് രണ്ടാം സ്ഥാനത്ത്. LDF ശക്തി കേന്ദ്രങ്ങളായ പടിയൂരും കാറളത്തും BJP നേട്ടമുണ്ടാക്കിയതാണ് LDFന് തിരിച്ചടിയായത്. 2020-ൽ കാറളത്ത് LDFിൽ CPM 8, CPI 4 എന്നിങ്ങനെ 12 സീറ്റുകളുണ്ടായിരുന്നു. ഇക്കുറിയത് 4 സീറ്റുകൾ വീതമായി ചുരുങ്ങി. CPMന് 4 സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന NDA 6 ആക്കി ഉയർത്തി. 6 സീറ്റുകൾ നേടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ വെള്ളാനി ഡിവിഷനും NDA നേടി. 2020-ൽ പടിയൂരിൽ CPI 5ഉം CPM 3ഉം അടക്കം 8 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇക്കുറി CPIക്ക് 6ഉം CPMന് 1ഉം അടക്കം 7 സീറ്റുകൾ നേടാനേ LDFന് ആയുള്ളൂ. നേരത്തെ 4 സീറ്റുണ്ടായിരുന്ന NDA 5 സീറ്റിലും 2 സീറ്റുണ്ടായിരുന്ന UDF 3 സീറ്റുകളിലും വിജയിച്ചു. 2020-ൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ LDFന് 9, UDFന് 4, NDA 1 എന്നതായിരുന്നു കക്ഷിനില. 2020-ൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ LDF 11, UDF 6 എന്നതായിരുന്നു കക്ഷിനില. LDF ഇക്കുറി 1 സീറ്റ് വർദ്ധിപ്പിച്ച് 12 സീറ്റിൽ വിജയിച്ചു കയറി. UDFന് 1 സീറ്റ് കുറഞ്ഞ് 5 ആയപ്പോൾ NDA 1 സീറ്റ് നേടി സാന്നിധ്യം അറിയിച്ചു. പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ LDF 7, UDF 4, NDA 2 എന്നതായിരുന്നു 2020-ലെ കക്ഷിനില. ഇക്കുറി LDF 1 സീറ്റ് കൂടുതൽ നേടി 9 ആക്കിയപ്പോൾ UDF 4 സീറ്റുകൾ നിലനിർത്തി. NDAക്ക് 2 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ 1 നഷ്ടപ്പെട്ടു. വേളൂക്കര ഗ്രാമപഞ്ചായത്തിൽ 2020-ൽ LDFനും UDFനും 8 സീറ്റുകൾ വീതവും NDAക്ക് 2 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇക്കുറി 12 സീറ്റ് നേടിയാണ് LDF അധികാരത്തിലെത്തുന്നത്. 2 സീറ്റ് കുറഞ്ഞ് UDFന് 6 സീറ്റുകളെ നേടാനായുള്ളൂ. NDA 1 സീറ്റിൽ മാത്രമാണ് വിജയം കണ്ടത്. 2020-ൽ ആളൂരിൽ LDF 16, UDF 7 എന്നതായിരുന്നു കക്ഷിനില. ഇക്കുറി 17 സീറ്റുമായാണ് UDF ഭരണത്തിലേക്ക് എത്തുന്നത്. LDF 6 സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ 1 സീറ്റ് നേടി NDA സാന്നിധ്യം അറിയിച്ചു.